നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ഏതൊക്കെ ജീവികൾ എന്തെല്ലാം കഴിക്കുമെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ഈ പിക്ചർ വെച്ചിട്ട് എവറി ക്രീച്ചർ ഇൻ ദ പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസം. എല്ലാ ജീവികളും ഓരോരുത്തരെ ആഹാരമാക്കുന്നുണ്ട് അല്ലേ. ഒരു ജീവിക്ക് ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ആഹാരമാക്കിയേ പറ്റുള്ളൂ. സ്മാൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. സ്മാൾ ഫിഷസ് എന്ത് ചെയ്യും? പ്ലാന്റ്സിനെ കഴിക്കും. ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മാൾ ഫിഷസ്. ലാർജ് ഫിഷസ് സ്മാൾ ഫിഷസിനെ കഴിക്കും. ഇനി ക്രെയിൻ ഫീഡ് ഓൺ ഫിഷസ്. നമ്മൾ കൊക്ക് എന്ത് കഴിക്കും? ഫിഷസിനെ കഴിക്കും. അത് വെച്ച് നമുക്കൊരു ചാർട്ട് ഉണ്ടാക്കിയാലോ. അതായത് ഇത് താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. പ്ലാന്റ്സിനെ സ്മാൾ ഫിഷ് കഴിക്കും, സ്മാൾ ഫിഷിനെ ലാർജ് ഫിഷ് കഴിക്കും, ലാർജ് ഫിഷിനെ ക്രെയിൻ കഴിക്കും. അതുപോലെ പ്ലാന്റ്സിനെ സ്മോൾ ഫിഷ് കഴിക്കും, സ്മോൾ ഫിഷിനെ ഫ്രോഗ് കഴിക്കും, ഫ്രോഗിനെ ക്രെയിൻ കഴിക്കും. ഇനി പ്ലാന്റ്സിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും, ഫ്രോഗിനെ ക്രെയിൻ കഴിക്കും. പ്ലാന്റ്സിന് വേം കഴിക്കും, വേമിന് ലാർജ് ഫിഷ് കഴിക്കും. നമുക്കൊരു ചാർട്ട് കിട്ടിയല്ലേ, ഒരു വെബ് പോലെ കിട്ടിയല്ലേ. ഇതിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഡീർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പേഴ്സ് ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ്. അത് പ്ലാന്റ്സ് കഴിക്കുന്ന, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നോക്കിയായിരുന്നു. പ്ലാന്റിനെ കഴിക്കുന്ന മൃഗങ്ങളാണ് ഡീറും റാബിറ്റും ഗ്രാസ് ഹോപ്പറും. നമുക്കിത് വെച്ച് നോക്കിയാലോ. അപ്പോൾ പ്ലാന്റിനെ ഡീർ കഴിക്കും. ഇനി ഡിയറിനെ എന്ത് കഴിക്കുമായിരിക്കും? ലയൺ കഴിക്കുമായിരിക്കും അല്ലേ. പിന്നെ പ്ലാന്റിനെ റാബിറ്റ് കഴിക്കും, റാബിറ്റിനെ എന്ത് കഴിക്കും? ടൈഗർ കഴിക്കും. പ്ലാന്റിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും. എക്സ്പാൻഡ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് ഓർഗാനിസം. നമുക്ക് കുറേ ഓർഗാനിസംസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്കൊരു ഫുഡ് വെബ് ഉണ്ടാക്കിയാലോ, ഫുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാലോ. നമുക്ക് നോക്കാം. ഈ പ്ലാന്റിന് ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിന് ഫ്രോഗ് കഴിക്കും, ഫ്രോഗിന് എന്ത് കഴിക്കും? സ്നേക്ക് കഴിക്കും, വൾച്ചർ കഴിക്കും. ഇനി ഈ പ്ലാന്റിനെ വേറെ ആര് കഴിക്കുമായിരിക്കും? ഗോട്ട് കഴിക്കും അല്ലേ. ഗോട്ടിനെ ആര് കഴിക്കും? ലയൺ കഴിക്കും. ഇനി പ്ലാന്റിനെ വേറെ ആര് കഴിക്കും? വേം കഴിക്കും. ഫ്രോഗിനെ കഴിക്കും. വേമിനെ ആര് കഴിക്കും? ഫ്രോഗ് കഴിക്കും. ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും, സ്നേക്കിന് വൾച്ചർ കഴിക്കും. പിന്നെ പ്ലാന്റ്സ്, നമ്മുടെ കപ്പയൊക്കെ ആര് കഴിക്കും? റാറ്റ് കഴിക്കും. റാറ്റിന് ക്യാറ്റ് കഴിക്കും, ക്യാറ്റിന് ടൈഗർ കഴിക്കും, ടൈഗറിന് വൾച്ചർ കഴിക്കും. ഇങ്ങനെ നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ജീവനുള്ള എല്ലാ ജീവികളും ആഹാരത്തിന് വേണ്ടി വേറൊരാളെ ആശ്രയിച്ചാണ് കഴിയുന്നത്. നമുക്ക് ആഹാരം കഴിക്കണമെങ്കിൽ വേറൊരു സംഭവത്തിനെ കഴിച്ചാലല്ലേ നമ്മൾ വിശപ്പടങ്ങത്തുള്ളൂ. ജീവനുള്ള എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ട് മറ്റൊരു ജീവിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഈ റിലേഷൻഷിപ്പിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. എന്താണ്? ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് interrelationship among them is the food web. What is food web? Living beings depend on one another for food. This interrelationship among them is the food web. ഫുഡ് വെബ് എന്ന് വെച്ചാൽ എല്ലാ ജീവികളും പരസ്പരം ആഹാരത്തിന് വേണ്ടി ആശ്രയിച്ചിരിക്കും. ആശ്രയിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. നമുക്കൊരു റിലേഷൻ നോക്കിയാലോ. അത് കണ്ടോ, പടത്തിൽ കാണുന്നത് കണ്ടോ. നമ്മളെ ട്രീ ഉണ്ട്. ട്രീ ആര് ഭക്ഷിക്കും? ഡീറോ അല്ലെങ്കിൽ കൗവോ ഒക്കെ ഭക്ഷിക്കും. ഈ കൗവിനെ ഡീറിനെ ആര് കഴിക്കും? ടൈഗർ കഴിക്കും. ഇനി ഇപ്പുറത്ത് നോക്കിയാൽ പ്ലാന്റ്സിനെ ആരൊക്കെ കഴിക്കും? ഡീർ കഴിക്കും, റാറ്റ് കഴിക്കും, ഗ്രാസ് ഹോപ്പർ കഴിക്കും, കൗവ് കഴിക്കും. ഇനി ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കും? ബേർഡ് കഴിക്കും. ബേർഡിനെ ആര് കഴിക്കും? ഉൾഫ് കഴിക്കും. ഉൾഫിനെ വൾച്ചർ കഴിക്കും. ഇനി ഗ്രാസ് ഹോപ്പറിനെ വേറെ ആര് കഴിക്കും? മങ്കി കഴിക്കും. മങ്കി ടൈഗർ കഴിക്കും. പ്ലാന്റ്സിനെ റാറ്റ് കഴിക്കും, അതിനെ ക്യാറ്റ് കഴിക്കും, ടൈഗർ കഴിക്കും. ഒരു ഡീർ ടൈഗറിനെ അങ്ങനെ നമുക്ക് ആ ഒരു ഇത് കണ്ടോ, ഒരു ചിത്രം കണ്ടോ. ഈ ചിത്രത്തിൽ നിന്നും എന്തൊക്കെ മനസ്സിലാക്കാം? പരസ്പരം ഓരോരുത്തരും ഓരോന്നിന് ഫുഡാക്കുന്നുണ്ട് അല്ലേ, ആഹാരമാക്കുന്നുണ്ട്. കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ. നമ്മുടെ
ഈ പുറത്ത് കരയിൽ മാത്രമാണോ ജീവികളെല്ലാം ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്? സീയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ റിലേഷൻഷിപ്പ് ഈ ഫുഡ് വെബ് സീയിലും കാണുന്നുണ്ട്. ദ സീ ഓൾസോ ഹാവ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. ആ പടത്തിൽ കണ്ട ഒരു ഷാർക്ക്, സാർഡിൻ, സ്മോൾ ഫിഷസ്, സീ ടർട്ടിൽ, പ്ലാങ്ക്ടൺ, ഇതൊക്കെ ഉണ്ടല്ലേ. എന്താ പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ? Small plants that flow freely in the water bodies, they are the producers in the habitat system of the ocean. അപ്പോൾ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റ്സ് അതെങ്ങനെയുള്ള പ്ലാന്റ്സാണ്? ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ ദ വാട്ടർ ബോഡീസ്. നമ്മളെ വെള്ളത്തിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും, ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നടക്കുന്ന പ്ലാന്റ്സിനെയാണ്, സ്മോൾ പ്ലാന്റ്സിനെയാണ് പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ഇതാണ് ഓഷൻ എന്ന് പറയുന്ന ഹാബിറ്റേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രൊഡ്യൂസർ. ഒരു പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ നമ്മൾ കരയിലുള്ളതിൻ്റെ പ്രൊഡ്യൂസർ ഏതൊക്കെയാണ്? പ്ലാന്റ്സ് അല്ലേ. ഒരു വാട്ടർ ബോഡി ഓഷ്യനിലെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്ടൺ ആണ്. ഓക്കെ, ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഡ്രോ ദ ഫുഡ് വെബ്. കുറച്ച് ഓർഗാനിസം തന്നിട്ടുണ്ട്, അവിടെ ഫുഡ് തന്നിട്ടുണ്ട്. ഷാർക്ക് എന്തിനെയൊക്കെ കഴിക്കും? സ്ക്വിഡിന്, ഫിഷസ്, സീ ടർട്ടിൽ, പിന്നെ സാർഡൻ എന്തൊക്കെ കഴിക്കും? സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ കഴിക്കും. സീ ടർട്ടിൽ എന്താ കഴിക്കും? പ്ലാന്റ് പാർട്സ് കഴിക്കും. ഫിഷസ് കഴിക്കും. സ്മോൾ ഫിഷസ് പ്ലാങ്ക്ടൺ കഴിക്കും. ഇത് വെച്ചിട്ട് നമുക്കൊരു ഫുഡ് വെബ് ഉണ്ടാക്കിയതല്ലോ, ഓഷനിലുള്ള ഒരു ഫുഡ് വെബ് ഉണ്ടാക്കിയാലോ. അപ്പോൾ പ്ലാങ്ക്ടണിന് എന്തൊക്കെ കഴിക്കുന്നുണ്ട്? സ്മോൾ ഫിഷസ് കഴിക്കുന്നുണ്ട്. ഈ സ്മോൾ ഫിഷസിന് ആര് കഴിക്കും? സീ ടർട്ടിൽ കഴിക്കും അല്ലേ. ഇനി പ്ലാങ്ക്ടണിന് വേറെ ആര് കഴിക്കും? സാർഡൈൻ കഴിക്കും. ഈ സാർഡൈൻ ആര് കഴിക്കും? ഷാർക്ക് കഴിക്കും. അതുപോലെ തന്നെ പ്ലാങ്ക്ടന് സ്മോൾ ഫിഷസ് കഴിക്കും. ഈ സ്മോൾ ഫിഷസിന് സാർഡൈൻ കഴിക്കും. സാർഡൈന് ഷാർക്ക് കഴിക്കും. പിന്നെ വേറെ എന്താ? പ്ലാന്റ് പാർട്സിന് ഉണ്ട്. പ്ലാന്റ് പാർട്സിന് ആര് കഴിക്കും? സീ ടർട്ടിൽ കഴിക്കും. കണ്ടോ, ഒരു വെബ് പോലെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫുഡിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ. ഉണ്ടോ? ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് എന്താ നേരത്തതുപോലെ തന്നെ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരസ്പരം ജീവികൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ലിവിങ് ബീയിങ് ഡിപ്പെൻഡ്സ് ഓൺ വൺ അനദർ ഫോർ ഫുഡിന് വേണ്ടി പരസ്പരം ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ റിലേഷൻഷിപ്പിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഷൻ അല്ലെങ്കിൽ കടലിലെ ഒരു ഫുഡ് വെബാണ് എക്സാമ്പിളാണ് ഇത്. So many food relationship. Observe a tree in your surrounding continuously for a few days. Draw a food web. അപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു മരം കാണുമല്ലോ. നിങ്ങളുടെ വീട്ടിൽ മരം ഇല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ ഒരു മരം തുടർച്ചയായിട്ട് കുറേ ദിവസം, ഒരു 3-4 ദിവസം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ ജീവികളൊക്കെ വരുന്ന കാണാം. ഈ ജീവികൾ പരസ്പരം ഓരോരുത്തരെ പിടിച്ച് തിന്നുന്നതൊക്കെ കാണാം. നിങ്ങൾ നോക്കിയിട്ട് എഴുതണേ. ഇപ്പം നമുക്കൊരു മാംഗോ ട്രീയിലുള്ള ഫുഡ് വെബ് നോക്കിയാലോ. മാംഗോ ട്രീയിൽ കുറേ ഇൻസെക്ട്സ് ഉണ്ട്. ഈ ഇൻസെക്റ്റിനെ ആര് കഴിക്കും? ബട്ടർഫ്ലൈ കഴിക്കും. ബട്ടർഫ്ലൈനെ ബേർഡ്സ് കഴിക്കും. ഇനി മാംഗോ ട്രീയിൽ വേറെ എന്തോ മാങ്ങ ഉണ്ടായിരുന്ന ആര് കഴിക്കും? ഹ്യൂമൻ ബീയിങ്, നമ്മൾ മനുഷ്യരെല്ലാം കഴിക്കും അല്ലേ, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കും. പിന്നെ എന്ത് ചെയ്യും? മാംഗോ ട്രീയിൽ വേംസ് ഉണ്ട്, കുഞ്ഞു പുഴുക്കളുണ്ട്. ഈ പുഴുക്കൾ ആര് കഴിക്കും? ബേർഡ്സ് കഴിക്കും. ഇനി മാംഗോ ട്രീയിൽ വേറെ എന്താ ഉണ്ട്? മാങ്ങയെ ബേർഡ്സ് ഡയറക്റ്റ് അങ്ങ് കഴിക്കും അല്ലേ. ബേർഡ്സൊക്കെ കഴിച്ചിട്ട് പോകും. അല്ലെങ്കിൽ മാങ്ങ തറയിൽ വീഴും. തറയിൽ വീഴുമ്പോൾ പുഴുക്കളുണ്ടാവും. ആ പുഴുക്കളെ നമ്മളെ വീട്ടിലുള്ള കോഴി കഴിക്കും. ഈ കോഴി ആര് കഴിക്കും? കുറുക്കൻ വന്ന് കഴിച്ചിട്ട് പോകും. കുറുക്കനെ ആര് കഴിക്കും? ടൈഗർ വന്ന് കഴിച്ചിട്ട് പോകും. കണ്ടോ? അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു.